അപ്പം നമ്മൾ അതിലിപ്പോൾ അവിടെ എന്ത് ചെയ്താലും എൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഇതാണ് ജോർജ് എന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഈ തുടരുന്ന സിനിമയിൽ തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ ഈ സംഭാഷണം തുടരണം, അല്ലെങ്കിൽ എനിക്കൊരു ആഡ് ഫിലിം അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റർ സ്പേസിൽ നിന്ന് നമ്മൾ ഇതല്ലാതെ സംഭാഷണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടെന്നോട് പറയുന്നതാണ്. ഈ ഈ സിനിമയുടെ കാര്യത്തിൽ ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകാശ് വർമ്മയെ മേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് പിന്നെ ഇൻട്രാക്ഷൻസ് കണ്ടപ്പോൾ അതിലുള്ള ഒരു സ്റ്റൈൽ, ഒരു ആർട്ട് ഫിലിം മേക്കർ, ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈലിൽ സംസാരിക്കുന്നിടത്തുനിന്ന് ഇതിലൊരു റാന്നിക്കും പാലയിലൊക്കെ ഇടയിലുള്ള ഒരു നമ്മളൊരു ഒരു കുടിയേറ്റക്കാരനൊക്കെ ആയിട്ടുള്ള ഒരാളുടെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇതിലായി വരുന്നത്. അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ആ മലയാളം, ആലപ്പുഴ മലയാളം അല്ലല്ലോ, മലയാളത്തിൻ്റെ ഒരു പ്ലേസിംഗ് ഉണ്ട്. ഈ ഇപ്പം മമ്മൂക്കയൊക്കെ പറയുന്നുണ്ട് അറ്റയർ ആക്ടറിനെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ ആ പോർഷൻസ് ഒക്കെ ഗുണപ്പെട്ടത്? കാരണം വെച്ച് കഴിഞ്ഞാൽ പട്ടൺ റഷീദ് വന്നിട്ട് നമ്മൾ വളരെ സൗന്ദര്യപൂർവ്വം സംരക്ഷിച്ച സംഗതിയൊക്കെ അങ്ങ് തട്ടിവെട്ടി കളയുകയാണല്ലോ. അതെ അതെ. അപ്പം ഞാനത് തീർച്ചയായിട്ടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യെസ് പറയുന്നതിൻ്റെ പുറകിൽ ഞാൻ കുറച്ച് നിമിഷം ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് നമ്മുടെ വേഷമാകാം, നമ്മുടെ ജനറൽ അപ്പിയറൻസ് ആവാം, നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളാകാം, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് മാനസികമായിട്ട് ഞാനത് യെസ് എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാര്യം നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഡെസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആസ് എ പ്രൊഫഷണൽ, അത് എന്ത് പ്രൊഫഷനും ജീവിതത്തിൽ ചെയ്യുമ്പോൾ, അത് ആക്ടറാവാം, ഡയറക്ടറാവാം, എന്തും നമ്മളത് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അതിൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നിൽക്കുക, കടലിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മുങ്ങുക. നമ്മൾ പകുതി കാല് വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ അകത്ത് അത് കാര്യമില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തരുൺ എന്താണ് തരുണിന് വേണ്ടത് അത് പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുക ആസ് എ ഫിൽം മേക്കർ. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അതിൽ ഞാനൊരു ഫിൽം മേക്കർ ആണെന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അതൊന്നും നമ്മളെ ക്രോസ് ചെയ്യരുത്. അത് നാച്ചുറലായിട്ട് എഫേർട്ട് ഇല്ലാണ്ട് തന്നെ എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ പോയി എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ലാലേട്ടൻ ഉണ്ടായിരുന്നു, ഓഫ്കോഴ്സ് ശോഭന മാം ഉണ്ടായിരുന്നു, അറിയായിരുന്നു, രഞ്ജിത്തേട്ടൻ, എല്ലാവരും നമുക്ക് കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒന്ന് ജോർജ് ആയിട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും റഷീദൊക്കെയും കൂടെ, പട്നം റഷീദ് കൂടെ കാരവനിൽ പോയി. പിന്നെ എനിക്കൊക്കെ ഒരു പ്രത്യേകതരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വേറെ ചില കഥകളും സിനിമാ കഥകളും വേറെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഇവിടുത്തെ കുറച്ച് മുടിയെടുക്കുകയും മീശയിൽ വരുന്ന പിന്നെ ചില ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് ഫുൾ അങ്ങോട്ട് ഷേവ് ചെയ്ത്, അപ്പം ഞാനതൊക്കെ ഞാൻ താടിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിലിപ്പോൾ അവിടെ എന്ത് ചെയ്താലും എൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഇതാണ് ജോർജ് എന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അതിൽ റഷീദൊക്കെ ചെയ്ത ഇത് എന്ത് കാര്യവും ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടല്ലേ സിനിമ എന്ന് പറയുന്നത്. ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് ഉണ്ട്. ഇക്കൊക്കെ എന്തൊരു എക്സ്പീരിയൻസ് ഉള്ള എത്രയോ പേരെ ട്രാൻസ്ഫോം ചെയ്ത് ഞാൻ ശരിക്കും ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു പോയത്. റഷീദൊക്കെയാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നത്. അത് വളരെ സ്കിൽഫുള്ളായിട്ട് ചെയ്യും, അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ. ബാക്കി അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു ഞാൻ ഇറങ്ങി നേരെ എല്ലാവരുടെയും മുമ്പിൽ പോവാണ്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ജോർജ്? തരുൺ ഹാപ്പി ആയിരുന്നു. 1-2 കാര്യങ്ങൾ, ചില കണ്ണാടികൾ മാറ്റുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. ആ പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടില്ല. സത്യമായിട്ടും എൻ്റെ തലയിൽ കൂടെ ഏത് ആംഗിളിലായിരിക്കും ചില സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കടന്നു പോകുന്നുണ്ട്. ചില ആക്ടേഴ്സോ അല്ലെങ്കിൽ ചില മോഡൽസ് അല്ലെങ്കിൽ അവർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഇന്ന പ്രൊഫൈലൊക്കെ മോശം എന്നൊക്കെ വിചാരിക്കുന്ന അതൊക്കെ ആ സ്റ്റോറി ലൈനെ ഫുൾ ബാധിക്കും. നമുക്ക് ആക്ടറിനെ അങ്ങോട്ട് വിട്ടിട്ട് അതിനനുസരിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കൂടെ ഇൻഫാക്ട് ഒരു പേഴ്സണൽ അപ്പിയറൻസ് ഒന്നും എന്നെ അങ്ങനെ പ്രശ്നമായിട്ട് ഒരിക്കലും ഓഫ്കോഴ്സ് ഐ ലവ് ടു ഡ്രസ്. ഞാൻ ഐ ബൈ ക്ലോത്ത്സ്, അതൊക്കെ എനിക്ക് കോൺഫിഡൻസ് ചെയ്യുന്നത്. എൻ്റെ സാധാരണ നിത്യജീവിതത്തിൽ ഞാൻ കുറച്ച് എക്സ്പെൻസീവ് മനുഷ്യനാണ്. അതെനിക്ക് ധാരാളം എന്നെ തന്നെ പാറ്റ് ചെയ്യുന്ന, ഞാൻ ആവശ്യവുമായി ധാരാളം കാശ് സ്പെൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതെനിക്കൊക്കെ ധാരാളം എനിക്കൊരു ബൂസ്റ്റ് ഉണ്ടാവുന്ന, ഞാൻ എന്നെ പാറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്.
അതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഉം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഒരു പ്രൊഫഷണൽ അവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ ഉം. അവിടെ ഞാൻ എന്നെ സത്യത്തിൽ ഉം. ബാധിച്ചിട്ടില്ല. പിന്നെ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ചെയ്യുന്ന തൊഴിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പ്രോസസ്സിൽ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രോസസ്സിൻ്റെ ഇടയിലും പോയി ഫിലിംസ് ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെയ്തു, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്കൊന്നും കൂടെ പറയാം, ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഭീകരനായ അപ്രോച്ചബിൾ അല്ലാത്തൊരു ഫിൽം മേക്കർ അല്ല എൻ്റെ സെറ്റിൽ.